മതനിന്ദാ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രൈസ്തവ യുവാവ് ഹൈസ്കൂൾ ബോർഡ് പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടിയത് ശ്രദ്ധേയമായി. 2023 മെയ് മാസത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാക് ക്രൈസ്തവനായ നൗമാൻ മസീഹാണ് തടവ് ശിക്ഷയുടെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും അക്കാദമിക് മികവ് പുലർത്തി വാർത്തകളിൽ താരമായത്. വാട്സാപ്പ് സന്ദേശങ്ങളിൽ ഇസ്ലാമിനെതിരെയുള്ള മതനിന്ദാ ഉള്ളടക്കം പങ്കുവച്ചു എന്നാരോപിച്ച് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ ജില്ലയിൽ 4 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം 2019 ജൂലൈ 1 മസീഹിനെ അറസ്റ്റ് ചെയ്തത്. പരീക്ഷയിലെ അവൻ്റെ നേട്ടം ക്രിസ്തുവിലുള്ള അവൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും തെറ്റായ കോടതി വിധിയിൽ നിന്ന് കർത്താവ് അവനെ മോചിപ്പിക്കുമ്പോൾ ജീവിതം പുതുതായി ആരംഭിക്കാനുള്ള അവൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും തെളിവാണെന്ന് അഭിഭാഷകനായ ലാസർ അള്ളാരാഖ പറഞ്ഞു. ജയിൽ അന്തരീക്ഷം അക്കാദമിക് കാര്യങ്ങൾക്ക് അനുയോജ്യമല്ല. പരിമിതമായ വിഭവങ്ങളും വിദ്യാഭ്യാസ സാമഗ്രികളുടെ കുറവുകളും ഉണ്ടായിരുന്നിട്ടും ഉന്നത വിജയം നേടിയ മസീഹ് തടവറയുടെ പരിധിയെ മറികടക്കുന്ന അറിവിനോടുള്ള തൻ്റെ അഗാധമായ ആഗ്രഹമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മസീഹിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ചർച്ച് ഓഫ് പാകിസ്ഥാൻ, ബിഷപ്പ് ആസാദ് മാർഷൽ എന്നിവർ നൽകിയ പിന്തുണയ്ക്ക് നൂമാൻ്റെ പിതാവ് അസ്കർ മസീഹ് നന്ദി പറഞ്ഞു. ഓപ്പൺ ഡോസിൻ്റെ 2024 വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ 7ാം സ്ഥാനമാണ് പാകിസ്ഥാനുള്ളത്.